നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 27-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അത്ര നല്ല ദിവസമല്ല ചൊവ്വാഴ്ച. അതിലുപരി രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം പൊതുവേ നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ് രോഹിണി, ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്ന് അമാവാസിയാണ്, കർത്തവാവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാസത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട, ഏറ്റവും കൊള്ളാത്ത ദിവസമാണ് ഇന്ന്. ഒന്ന് ചൊവ്വാഴ്ച, അമാവാസി. അതുകൊണ്ട് വളരെ നിങ്ങൾ ഇന്ന് ഓരോ കാര്യത്തിൽ സൂക്ഷിച്ച് വേണം ഇടപെടാൻ. പ്രത്യേകിച്ച് ശത്രുത ഉണ്ടാവാം, വല്ല കേസോ വഴക്കോ പ്രശ്നങ്ങൾ വരാം, ആക്സിഡൻ്റ് ഉണ്ടാവാം. ഒക്കെ സൂക്ഷിച്ചെന്ന് ഓരോ കാര്യത്തിൽ ഇടപെടേണ്ട ദിവസമാണ്. ഒരു ദിവസമേ ഉള്ളൂ, പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങണം. നടന്നില്ല എന്ന് പറഞ്ഞോ എന്തെങ്കിലും നമുക്ക് അതൃപ്തി ഉണ്ടായാലോ പ്രതികരിക്കാനൊന്നും പോകരുത്. കാരണം ഇന്ന് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമ്മൾ പ്രതിയാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോവേണ്ട ഒരു ദിവസമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഇടവ മാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ മോശപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അതേപോലെ കേസ് വഴക്കുകൾ വരാം, സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം. അതുപോലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടവരുന്ന കാലഘട്ടമാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ കുടുംബ ഭൂമിയോ അടുത്തുള്ള ബൗണ്ടറി പ്രശ്നമോ ഒക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്കിതിന് പ്രതിവിധി ചെയ്ത് ഈ ദോഷത്തിൽ നിന്ന് ലഘൂകരിക്കാനുള്ള വഴി നോക്കണം. അമാവാസിയും ചൊവ്വാഴ്ചയും കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രധാനമായി ചെയ്യേണ്ടത് ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമിയാണ്. മുരുകക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ മുരുകക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചന ഏതെങ്കിലും ചെയ്യണം. ആരെങ്കിലും ഉണ്ടെങ്കിലും, നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആരെങ്കിലും കൊണ്ടെങ്കിലും ചെയ്യിക്കണം. അതുപോലെ തന്നെ ശ്രീ മുരുക യന്ത്രം അപകടങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷത്തെ സർവ സൈന്യാധിപനാണ് മുരുകൻ. അപ്പോൾ എന്ത് ദോഷത്തെ, എന്ത് ശത്രുതയും മാറ്റിത്തരാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ശരിക്ക് ധന്വന്തരി അസുഖം വരാതെയും അതുപോലെ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ സർജറിയോ മറ്റ് തീപ്പൊള്ളലോ ഒന്നും വരാതെ സംരക്ഷിക്കാൻ വേണ്ടി ധന്വന്തരി മൂർത്തിയെയും നിങ്ങൾക്ക് കൂടെ ചേർത്ത് ഒരു വർഷക്കാലം ഒരു പ്രൊട്ടക്ഷനായിട്ട് ദേഹരക്ഷ ധരിക്കുക. ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല, ഏറ്റവും മോശ ദിവസമാണ്. ശരിക്ക് അമാവാസിയും കൂടി വന്നിരിക്കുന്ന ദിവസമാണ്, ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് ഇന്ന് ഓരോ യാത്രയിലൊക്കെയാണ് അപകടമൊക്കെ വരാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ അഗ്നിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ശരിക്ക് കുക്കിംഗ് പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവർ, അതൊക്കെ കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കണം. കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പൊള്ളലൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രാർത്ഥനയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. ശരിക്ക് 3 മണി മുതൽ 4:30 മണി വരെയാണ് രാഹുകാലം എന്ന് തന്നിട്ടുണ്ടെങ്കിലും 3:30 മണി മുതൽ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 5 മണിക്ക് രാഹുകാലം തീരുകയുള്ളൂ, 4:30 തീരില്ല. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 12 മണി 22 തൊട്ട് 1 മണി 56 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:14 തൊട്ട് 10:48 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 11 മണി 58 തൊട്ട് 12 മണി 46 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അമാവാസിയും കൂടി ആയതുകൊണ്ട്
ഈ അഭിജിത്ത് മുഹൂർത്തവും എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് കളറ് അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് ഭാഗ്യദായകമായി തീരും. കാരണം നമ്മളിലേക്കുള്ള ചൊവ്വയുടെ നെഗറ്റീവ് മാറ്റുകയും പോസിറ്റീവ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്ക് പ്രപഞ്ചമാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.